ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിത്യജീവൻ്റെ അപ്പത്തെ ധ്യാനിക്കാം. ക്രിസ്തു 5 അപ്പം 5000-ങ്ങൾക്കായി പങ്കുവച്ച് കൊടുത്ത ശേഷം തൻ്റെ ശിഷ്യ സമൂഹത്തോടൊപ്പം തിബീരിയസിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്നാൽ വലിയൊരു ജനക്കൂട്ടം യേശു അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ സമൂഹത്തിൽ എത്തിച്ചേർന്നു. അവർ യേശുവിനോട് ചോദിക്കുന്നത്, അങ്ങ് എപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്? യേശുവിനെ ഇത്രമാത്രം തീഷ്ണതയോടുകൂടി അന്വേഷിച്ച ആ ജനസമൂഹത്തോട് യേശു പറയുന്നത്, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഇത് വലിയൊരു പാഠമാണ്. പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ക്രിസ്തു നമുക്ക് നൽകുന്ന മഹനീയമായ ഒരു സന്ദേശവുമാണ്. ദിവ്യകാരുണ്യം അനശ്വരമായ അപ്പമാണ്. അത് സ്വർഗീയമായ അപ്പമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും പരിശുദ്ധ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട ആത്മീയ ചിന്തകളാണ് ക്രിസ്തു നൽകുക. ആ ചിന്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ക്രിസ്തു ഇന്ന് പഠിപ്പിക്കുന്നു. അത് അനശ്വരമായ സ്വർഗീയ അപ്പമാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ക്രിസ്തുവാകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിച്ചും അവൻ്റെ കൃപയുടെ രക്തം പാനം ചെയ്തും നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നാം ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ അനശ്വരമായ സ്വർഗീയ അപ്പത്തെ അന്വേഷിക്കുന്ന ഒരു ജനതയായി മാറണം. ഇസ്രായേൽ ജനത്തോടൊപ്പം പിതാവായ ദൈവം വാഗ്ദത്ത പേടകമായി കൂടെ വസിച്ചു. അവർ മരുഭൂമിയിൽ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ട് ഈസ് ദിസ്, ഇതെന്താണ് എന്നാണ്. സത്യത്തിൽ അവർക്ക് അറിയില്ലായിരുന്നു അതെന്താണ് എന്ന്. എന്നാൽ യേശു ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹനീയമായ സത്യം ഇത് മന്ന അല്ല എന്നതാണ്. പിന്നെ എന്താണ്? അന്ന് മരുഭൂമിയിൽ ഇസ്രായേൽ ജനം 40 വർഷം ഭക്ഷിച്ചത് എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നാം ഭക്ഷിക്കുന്നത് എന്തെന്ന് നമുക്കറിയാം. യേശു അന്ത്യത്താഴ് വേളയിൽ അപ്പം എടുത്ത് ആശീർവദിച്ച് നൽകിക്കൊണ്ട് പറയുന്നു, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. പാനപാത്രം എടുത്ത് ആശീർവദിച്ച് ആരാധ്യനായ പിതാവിൻ്റെ നേർക്ക് ഉയർത്തിപ്പിടിച്ച ശേഷം ജനങ്ങളോട് പറയുന്നു, ഇത് എൻ്റെ രക്തമാണ്, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തം. സത്യമാണ്, ദിവ്യകാരുണ്യത്തിൽ നാം സ്വീകരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. ഇത് മന്നയല്ല. ആ മനോഭാവത്തോടു കൂടി നാം ഇത് ഭക്ഷിക്കുകയും ചെയ്യരുത്. ഇത് ജീവൻ്റെ അപ്പമാണ്. അതുകൊണ്ട് തന്നെ ശരിയായ യോഗ്യതയോടുകൂടി വേണം നാം ഈ കൃപയുടെ കൂദാശയെ സമീപിക്കുവാൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, ആരും ഈ അപ്പം അയോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ഇടവരാതിരിക്കട്ടെ. ആത്മപരിശോധന ചെയ്ത ശേഷം മാത്രം ഒരുവൻ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും അവൻ്റെ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. നാം യഥാർത്ഥത്തിൽ ബലമുള്ളവരാകുക യഥാർത്ഥ യോഗ്യതയോടെ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴാണ്. ദിവ്യകാരുണ്യത്തോട് കുറച്ചുകൂടി സ്നേഹവും ആദരവും നമുക്കുണ്ടാകട്ടെ. ആ കൃപയുടെ കൂദാശ സ്വീകരിക്കുന്ന നമ്മൾ അനശ്വരമായ സ്വർഗീയ അപ്പത്തെയാണ് സ്വീകരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ഈ ഭൂമിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്ന മഹനീയമായ ഭാഗ്യമാണ് എന്ന ബോധ്യത്തിൽ ഉൾക്കൊള്ളുവാനും ആ ദിവ്യകാരുണ്യത്തിനനുസൃതമായ നന്മ നിറഞ്ഞ, വിശ്വാസം നിറഞ്ഞ, ഭക്തി നിറഞ്ഞ, അനുസരണം നിറഞ്ഞ, ലാളിത്യം നിറഞ്ഞ, വിനീത മനോഭാവത്തോടു കൂടിയ ഒരു ജീവിതം നയിക്കാൻ, ജീവിത വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ആ ജനസമൂഹം യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു അതിന് നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പിതാവായ ദൈവം ഭൂമിക്ക് അയച്ച ഏറ്റവും മഹത്തായ അനുഭവവും അനുഗ്രഹവും തൻ്റെ വത്സലപുത്രനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ് ഈ ഭൂമിയിൽ വച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. പ്രിയ ദൈവമക്കളെ,
നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നവരാണ്. അങ്ങനെയെങ്കിൽ നാം യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ കൃപയ്ക്കും അർഹരായി നിലകൊള്ളുന്നുണ്ടോ എന്ന് ആത്മപരിശോധന കൂടി ചെയ്യാം. നമുക്ക് കൂടുതൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അവൻ്റെ കൃപയുടെ സന്നിധിയെ സമീപിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.